അത് ആ കമ്പനിയോടുള്ള ആത്മാർത്ഥത, നമ്മുടെ ഒരു ആവശ്യമില്ലാത്തൊരു ആത്മാർത്ഥതയാണ് നമ്മൾ കമ്പനിയോട് വെച്ച് പുലർത്തുന്നത്. അപ്പോഴാണ് അങ്ങനെ നീണ്ടു പോണത്. ഈ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ആത്മാർത്ഥത കാരണം നമ്മൾ എന്ത് ചെയ്യും, രാവിലെ എഴുന്നേറ്റ് പോകും, വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ ആ സമയത്തിരിക്കും. എൻ്റെ വൈഫ് കോൾ ചെയ്താൽ പോലും ഞാൻ പറയും, ഇത് ഇന്ന കോർപ്പറേറ്റിൻ്റെ സമയമാണ്, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പാടില്ല, അവരെനിക്ക് സാലറി തന്നെയാണ്, അപ്പോൾ ആ സാലറി അനുസരിച്ച് ഞാൻ അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എൻ്റേത്. മാത്രമല്ല, നമ്മൾ വീട്ടിലേക്ക് വന്നാലും നമുക്ക് കോളുകളാണ്. വാട്സപ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, കോൺഫറൻസ് കോളുകളുണ്ടാവും, വീഡിയോ കോളുകളുണ്ടാവും, അങ്ങനെ ഒരുപാട് കോളുകളാണ്, ടെൻഷൻസാണ്. അപ്പോൾ വീട്ടിൽ എന്ത് പറഞ്ഞാലും എനിക്ക് ഒച്ചപ്പാടും ബഹളമാണ്. ഞാൻ ടെൻഷനായത് കാരണം വൈഫിനോട് തല്ലുപിടിക്കുന്നു, പിള്ളേരോട് തല്ലുപിടിക്കുന്നു, അങ്ങനെ അകപ്പാടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചോറായിപ്പോയി. അത് ആ കമ്പനിയോടുള്ള ആത്മാർത്ഥത, നമ്മുടെ ഒരു ആവശ്യമില്ലാത്തൊരു ആത്മാർത്ഥതയാണ് നമ്മൾ കമ്പനിയോട് വെച്ച് പുലർത്തുന്നത്. അപ്പോഴാണ് അങ്ങനെ നീണ്ടു പോണത്. ഈ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ആത്മാർത്ഥത കാരണം നമ്മൾ എന്ത് ചെയ്യും, രാവിലെ എഴുന്നേറ്റ് പോകും, വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ ആ സമയത്തിരിക്കും. എൻ്റെ വൈഫ് കോൾ ചെയ്താൽ പോലും ഞാൻ പറയും, ഇത് ഇന്ന കോർപ്പറേറ്റിൻ്റെ സമയമാണ്, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പാടില്ല, അവരെനിക്ക് സാലറി തന്നെയാണ്, അപ്പോൾ ആ സാലറി അനുസരിച്ച് ഞാൻ അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എൻ്റേത്. മാത്രമല്ല, നമ്മൾ വീട്ടിലേക്ക് വന്നാലും നമുക്ക് കോളുകളാണ്. വാട്സപ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, കോൺഫറൻസ് കോളുകളുണ്ടാവും, വീഡിയോ കോളുകളുണ്ടാവും, അങ്ങനെ ഒരുപാട് കോളുകളാണ്, ടെൻഷൻസാണ്. അപ്പോൾ വീട്ടിൽ എന്ത് പറഞ്ഞാലും എനിക്ക് ഒച്ചപ്പാടും ബഹളമാണ്. ഞാൻ ടെൻഷനായത് കാരണം വൈഫിനോട് തല്ലുപിടിക്കുന്നു, പിള്ളേരോട് തല്ലുപിടിക്കുന്നു, അങ്ങനെ അകപ്പാടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചോറായിപ്പോയി.